നൃത്തപരിപാടിയുടെ സംഘാടകർ ഒപ്പുവെച്ച കരാർ ലംഘിച്ചതാണ് അപകടത്തിന് കാരണമായതെന്ന് സ്റ്റേഡിയം ഉടമകളായ GCDAയുടെ വാദം. ISL മത്സരങ്ങൾ നമ്മൾ പൊതുവെ ഈ സ്റ്റേഡിയത്തിലാണ് കാണാറുള്ളത്. ആ രീതിയിൽ മാത്രമേ ഈ സ്റ്റേഡിയം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു കരാർ എന്നാണ് GCDA ഇപ്പോൾ പറയുന്നത്. അതേസമയം അപകടത്തിനിടയാക്കിയ രണ്ടാം സ്റ്റേജ് പാടില്ല എന്ന് നിർമ്മാണ വേളയിൽ തന്നെ GCDA എഞ്ചിനീയറിംഗ് വിഭാഗം നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും അത് പൊളിച്ചു കളയാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ സംഘാടകർക്കൊപ്പം GCDAയും പ്രതിരോധത്തിലാണിപ്പോൾ. സ്റ്റേഡിയത്തിന് സുരക്ഷാ പ്രശ്നങ്ങളില്ല. അധികമായി കെട്ടിയ സ്റ്റേജാണ് അപകട കാരണം. പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് കരാറിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇത് സംഘാടകർ പാലിച്ചിരുന്നുവെങ്കിൽ അപകടം ഉണ്ടാകുമായിരുന്നില്ലെന്നാണ് GCDAയുടെ വാദം. സേഫ്റ്റിയും സെക്യൂരിറ്റിയും അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണെന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുവേണ്ടി ചെയ്യേണ്ട വിവിധ ഏജൻസികളെ കോർഡിനേറ്റ് ചെയ്യേണ്ട അവരുടെ കോർപ്പറേഷൻ, ഫയർ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അത് അവർ വേണ്ടത്ര ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഇല്ല ഞാൻ തീർച്ചയായും പറയുന്നില്ല. പക്ഷേ പരിശോധിച്ചിട്ട് വേണം. അതിൽ പരിശോധിക്കേണ്ട ഏജൻസി പോലീസ് തന്നെയാണ് പറയേണ്ടത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം സ്റ്റേഡിയത്തിൽ സുരക്ഷാ പ്രോട്ടോകോൾ പുതുക്കുമെന്നും GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള പറയുന്നു. അതേസമയം ഈ രണ്ടാമത്തെ സ്റ്റേജ് നിർമ്മിക്കുന്ന സമയത്ത് GCDAയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു. ഇത്തരത്തിൽ രണ്ടാം സ്റ്റേജ് നിർമ്മിക്കാൻ പാടില്ല എന്ന് അവർ നിർദ്ദേശിച്ചു എങ്കിലും നിലവിളക്ക് കത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സ്റ്റേജ് ഉപയോഗിക്കുക എന്നായിരുന്നു സംഘാടകരുടെ മറുപടി. ഈ മറുപടി വിശ്വസിച്ച് എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ മടങ്ങി. ഈ സ്റ്റേജിൽ നിലവിളക്ക് മാത്രമേ കത്തിക്കുന്നുള്ളൂ എന്നുറപ്പാക്കാനോ അതല്ലെങ്കിൽ ഈ സ്റ്റേജ് പൊളിച്ചു കളയും എന്നുറപ്പാക്കാനോ GCDAയ്ക്ക് കഴിഞ്ഞില്ല. ഈ രണ്ടാം സ്റ്റേജ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇത്തരത്തിൽ ഒരു അപകടവും ഉണ്ടാകുമായിരുന്നില്ല എന്ന കാര്യം ഉറപ്പാണ്. കരാർ ലംഘനം നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ GCDAയ്ക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ലെന്നാണ് ഉയരുന്ന ചോദ്യം. GCDA ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ അപകടം നടക്കുമ്പോൾ വേദിയിലുണ്ടായിരുന്നു. സ്റ്റേഡിയത്തിനുള്ളിൽ കാരവൻ കയറ്റിയതും GCDAയുടെ അനുമതിയില്ലാതെയാണ്. പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അങ്ങനെ ഉന്നത പ്രോട്ടോക്കോളിലുള്ള വ്യക്തികൾ പങ്കെടുക്കുന്ന പരിപാടിയല്ല എങ്കിൽ സ്വകാര്യ പരിപാടികളിൽ വേദി പരിശോധിക്കേണ്ട ആവശ്യം പോലീസിനില്ല. സ്റ്റേഡിയത്തിന് NOC ഉള്ളതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിനും പ്രത്യേക റോളില്ല. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ സംഘാടകരും ഒപ്പം സ്റ്റേഡിയത്തിന്റെ ഉടമകളായ GCDAയുമാണ് ഉത്തരം പറയേണ്ടത്. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്.